അങ്ങനെ 7ാം സീസണിൽ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ 7ന്റെ പണിയായിരുന്നു മേക്കപ്പ് സാധനങ്ങൾ പണിപ്പുരയിൽ പിടിച്ചുവെച്ചത്. ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ, ലിപ് ബാം എന്നിവയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നതോടെ മത്സരാർത്ഥികളിൽ പലർക്കും അസ്വസ്ഥത മറച്ചുവെക്കാനായില്ല. ഒളിച്ചും പതുങ്ങിയും പലരും മേക്കപ്പ് ഇട്ടു. അതിൽ തുടർച്ചയായി ബിഗ് ബോസിന്റെ താക്കീത് ലഭിച്ചത് ജിസേലിനായിരുന്നു. ബിഗ് ബോസ് നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും ജിസേൽ താല്പര്യം കാണിച്ചിരുന്നില്ല. മത്സരാർത്ഥികളിൽ പലരും ബീട്രൂട്ട് എല്ലാം ലിപ്സ്റ്റിക്കിന് പകരം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ജിസേൽ ഇപ്പോഴും മുഖത്ത് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന ആരോപണവുമായി അനുമോൾ എത്തിയിരിക്കുകയാണ്. ജിസേൽ മുഖം തുടച്ച ടിഷ്യൂ കാണിച്ചാണ് അനുമോൾ ജിസേലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ലിപ് ബാം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നിട്ട് തനിക്ക് വാ തുറക്കാൻ പോലും പറ്റുന്നില്ലെന്നും ചുണ്ടും വായുമെല്ലാം പൊട്ടുകയാണ് എന്നും കരഞ്ഞുകൊണ്ട് പറയുകയാണ് അനുമോൾ. വെളിച്ചെണ്ണ കിട്ടിയിരുന്നു എങ്കിൽ അതെല്ലാം തേക്കാമായിരുന്നു എന്നും പറയുന്ന അനുമോൾ പിന്നെ ജിസേലിനെതിരെയാണ് സംസാരിക്കുന്നത്. അവൾക്ക് എന്താ 2 കൊമ്പുണ്ടോ? നമ്മളെപ്പോലെ അല്ലേ അവളും എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജിസേലിന്റെ കാര്യത്തിൽ ബിഗ് ബോസ് തീരുമാനം എടുക്കാത്തത് എന്നും ഇവർ ചോദിക്കുന്നു. ചിലപ്പോൾ ജിസേൽ എവിടം വരെ പോകും എന്ന് നോക്കാൻ വേണ്ടിയായിരിക്കും ബിഗ് ബോസ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതെന്നും അവൾ പറയുന്നുണ്ട്. ശാരികയും അനുമോളും ശൈത്യയും രേണുവും ഒരുമിച്ചായിരുന്നു സംസാരം. അനുമോൾക്കെതിരെ ജിസേൽ ബോഡി ഷെയ്മിംഗ് നടത്തിയതായും പരാതി വന്നിരുന്നു. ജിസേലുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ പൊക്കം കുറഞ്ഞത് എന്റെ കുറ്റമാണോ എന്ന് ചോദിച്ച് അനുമോൾ കരയുന്നതും കാണിക്കുന്നുണ്ട്. ടാസ്കിനിടയിൽ ജിസേൽ അനുമോളോട് പറയുന്നത് ഇങ്ങനെ: ഞങ്ങൾക്ക് ഉയരവും ഭാരവും ഒക്കെയുണ്ട്, നിന്നെപ്പോലെ ചെറുതല്ല. ജിസേലിന്റെ ഈ വാക്കുകൾ അനുമോളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഉയരത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് അനുമോൾ പ്രതികരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇനിയും അത് പറയുമെന്ന് ജിസേൽ ആവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹൗസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന 2 മത്സരാർത്ഥികളായി മാറിയിരിക്കുകയാണ് ജിസേലും അനുമോളും.